ആരാ? നിങ്ങളൊന്ന് കാണാൻ വന്നാണ്. കേറിയിരിക്കും. ഇരിക്കേ. കുടിക്കാൻ വല്ലതും? വേണ്ട, ഒന്നും വേണ്ട. എന്താ വന്ന കാര്യം? ഞങ്ങളൊരു സങ്കടം പറയാൻ വന്നാണ്. എന്നോടോ? അങ്ങൊരു വലിയ പണ്ഡിതനല്ലേ? എന്താണ് സങ്കടം കുട്ടികളെ? ഞങ്ങൾക്ക് ഇതുവരെ സന്താനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര ദുഃഖത്തിലാണ്. നിങ്ങൾ ഡോക്ടർമാരൊന്നും കാണിച്ചില്ലേ? ഒരുപാട് ഡോക്ടറെ കാണിച്ച് ചികിത്സിച്ച് അതിനൊന്നും ഒരു ഫലം കിട്ടിയിട്ടില്ല. നിങ്ങളൊരു പണ്ഡിതനല്ലേ, നിങ്ങൾ പറഞ്ഞാൽ ദൈവം കേൾക്കാതിരിക്കോ? ഞാനൊരു ദൈവമല്ല, ദൈവത്തിന്റെ ശിഷ്യനുമല്ല. ദൈവത്തിനോട് പറയാൻ എന്നെക്കാൾ എത്രയോ ഉചിതം നിങ്ങളാണ്. ദൈവം കരുണയുള്ളവനും കാരുണ്യവാനുമാണ്, ഈ ലോകത്തിന്റെ സെറ്റാവുമാണ്. അതിൽപ്പെട്ടവനാണ് നിങ്ങളും ഞാനുമൊക്കെ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളും ഞങ്ങളെ കൈവിടുകയാണോ? ഞാൻ നിങ്ങളെ കൈവിട്ടിട്ടില്ല. നിങ്ങൾ ഒരു മരുന്ന് കൂടി പരീക്ഷിക്കണം. ശ്രീകോവിലക മഠം ബ്രഹ്മദത്ത ആചാര്യ എന്നാണ് അയാളെ പേര്. അയാളെ പോയി കാണണം. ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. എന്താ കാര്യം? ഞങ്ങൾക്ക് ഇതുവരെ സന്താന ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അംശംസ്ലിയാരെ പോയി കണ്ടിരുന്നു. അദ്ദേഹമാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഞാൻ എന്നാ അംസമൗലവിനെ ഒന്ന് വിളിക്കട്ടെ. എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്? 15 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അതിനിടയിൽ ഒരുപാട് ചികിത്സകളൊക്കെ നടത്തി. ഇത് 8 പങ്കാക്കി അതിലൊരു പങ്ക് ഇന്ന് രാത്രി ഭക്ഷണത്തിന് മുമ്പ് രണ്ടുപേരും കഴിക്കാം. ഇന്നത്തെ ദിവസം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. മറ്റുള്ള 7 ദിവസവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും വേണം. ദൈവഭക്തിയോടെ പ്രാർത്ഥിക്കുകയും വേണം. നമ്മളെ ഈ സന്തോഷത്തിന്റെ ഒക്കെ കാരണം നമ്മുടെ മുസ്ലിയാരും നമ്മുടെ തിരുമേനിയൊക്കെയാണ്. അമ്പൽപ്പൂണ്ടല്ലേ, വാ, അവരൊക്കെ വന്നിരിക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നു. പിന്നെ പാടത്ത് കാണാൻ എന്തൊരു രസമാണല്ലോ. പുറത്തവിടെ പുഴയുണ്ട്, അവിടെ അവിടെ എന്നിട്ട് തോണിയിൽ അക്കരെ ഇതാക്കണ്ട അവിടേക്കത്ര അവിടെ കയറി. എന്ത് രസമല്ലേ ഈ പാടം കാണാൻ. അതെ.
വാ അങ്ങോട്ട് പോലെ എനിക്ക് ആമ്പിൾ വേണം. നമുക്ക് അവിടെ നിന്ന് എടുക്കാം. എവിടെ നിന്ന് എടുക്കാം? ആമ്പിലല്ലേ നമുക്ക് പോകുമ്പോ അപ്പുറന്ന് പോയുടെ സൈഡിന് ഞാൻ എടുത്ത് തരട്ടാ. ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പാടം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് കൂട്ടി പോവാം. അവിടുന്ന് കുറച്ച് ആമ്പിൾ എടുത്തിട്ടേ എനിക്ക് ആമ്പിൽ എന്തായാലും എടുത്തായിരുന്നു. തരാം, എടുത്ത് തരാം. ഞാൻ ചാടി എടുക്കും. ചാടി എടുക്കാൻ പറ്റിയ സമയമല്ല. നമുക്ക് പോയുടെ അവിടുന്ന് ഞാൻ ഇറങ്ങിയിട്ട് എടുത്ത് തരട്ടെ. സന്തോഷായില്ലേ? സന്തോഷായി. എത്ര വേണം? എനിക്ക് വേണം ഒരു 4-5 പെടും. അങ്ങനെ ചാടി ഓടി നടക്കേണ്ട സമയമല്ല. മനസ്സിലായില്ലേ? ഈ വലിയ മരങ്ങളൊക്കെ എന്താണെന്നറിയോ? അറിയില്ല. എന്താ? അതാണ് ജാതി മരം. ഞാൻ ഫസ്റ്റ് ടൈമാ കാണുന്നത്. അത് ഞാൻ എടുത്തു തരാം. ഏതോ ഒരു മരത്തിന്റെ ചോട്ട്. എനിക്ക് വയ്യ. ഡോക്ടർ ഒന്നും വിളിച്ച് ബുക്ക് ചെയ്യണേ. വിളിച്ചു പറയാം. നാളെ അല്ലേ പോവാൻ പറഞ്ഞ ഡോക്ടർ? ഒരുപാട് മീനുണ്ട് അല്ലേ? ഒരുപാട് മീനുണ്ട്. കണ്ടു കണ്ടു. ഞാനിപ്പോ നല്ല സന്തോഷത്തില. എന്റെ മരോളൊക്കെ പ്രസവിച്ച് എന്ത് പറഞ്ഞു ലോട്ടറി അടിച്ച എന്താ എന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമുള്ള. ഞാനിപ്പോ സന്തോഷം എന്താ കിടക്കണേ? എന്താ മരോള് പ്രസവിച്ചെന്ന് ആൺകുട്ടി. അൽഹംദുലില്ലാ. അപ്പൊ കുഞ്ഞിക്കാലം അതാണ് ഉണ്ടാവുകയാണ്. അപ്പൊ അനക്ക് എന്റെ കുടുംബത്തിലെ ഒരു അവകാശം ഉണ്ടായി. പിന്നെന്താ ചെലവ് ചെയ്യണം. അതൊക്കെ ഉണ്ടാവും. ഞാൻ പോട്ടെ. വിരുന്നും കോളൊക്കെ ഉണ്ടാവുമ്പോ പറയണ്ടേ. ഓൻ പറ്റ ചായ കുടിച്ചിട്ട് പോവാന്ന്. ഇപ്പൊ ഇന്നേരത്ത് ചായ വേണ്ടാന്ന്. ഓര് എന്റെ പേരേന്നല്ലേ. ആയിക്കോട്ടെ. അതന്നെ അത് നമുക്ക് വിചാരം ചെയ്യാന്നേ. അതെ അതെ ആയിക്കോട്ടെ. മൂപ്പരോട് വരാൻ പറയും. നമുക്ക് ചെയ്യാട്ടാ. ശരി, ഓക്കെ. വേറൊന്നുമില്ലല്ലോ. ശരി എന്നാല്. എന്താ മോനെ? എന്റെ കുട്ടി എന്താ പറ്റി കുട്ടിക്ക്? പാല് കുടിച്ചോണ്ടിരിക്കുമ്പോ ഒരു ആർക്കുമില്ല. നിങ്ങളൊന്ന് വന്ന് നോക്കാണി. അതെ, നോക്കിയപ്പോളേ എനിക്ക് തോന്നിയത് കുട്ടി മരിച്ച മാതിരി. ഇല്ല, വിഷമിക്കണ്ട, മരിച്ചിട്ടുണ്ടാവൂല. മരിക്കാൻ ഇനി ഒരു കാര്യം ഇല്ലം വരെ ഒന്ന് ഇല്ലത്ത് വരെ ഒന്ന് പോയിക്കാം. നമ്പൂരിൻ്റെ അടുത്ത് മൂപ്പര് എന്തെങ്കിലും ഒരു പരിഹാരം മരുന്നിൻ്റെ ഉണ്ടാവും. മൂപ്പര് കാരണം ഞാൻ ഫോൺ ചെയ്ത് വിവരം പറയാം. അവളോട് പറയേണ്ട കാര്യങ്ങൾ. അവളാകെ വിഷമിച്ചിരിക്കുക. എന്നെ കുറിച്ചാ ശരി. അത് എന്താ വെച്ചാൽ നമ്മള് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും. സമാധാനിച്ച് വിട്ടോളാം. എന്നാ ശരി. തിരുമേനി, എന്റെ കുട്ടി അനങ്ങണില്ല. രക്ഷിക്കണം. കാര്യങ്ങൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. കുട്ടി അങ്ങ് കൊടുത്തു. ഇവിടെ വരിക.
നമ്മുടെ അടുത്ത വീട്ടിലെവിടെയും പോയിട്ട് കുറച്ച് കടുക് വാങ്ങി വരിക. നമുക്ക് കടുക് കൊണ്ട് എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. എന്നാൽ കുറച്ച് കടുക് വാങ്ങിയിട്ട് വന്നോളൂ. വരിക. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ കടുക് വാങ്ങാൻ പോകുന്ന വീട്ടിൽ ഒരാൾ പോലും മരിച്ചിട്ടുണ്ടാവരുത്. ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഇച്ചിരി കടുകുമണി തരുമോ? ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? കിട്ടിയില്ല തിരുമേനി, കിട്ടിയില്ല. മരണം നടക്കാത്ത വീടുകൾ എവിടെയും ഇല്ല. മരണം ജന്മസഹജമാണ്, അത് ഉൾക്കൊള്ളാൻ കഴിയണം. ജനിച്ച എല്ലാ മനുഷ്യർക്കും മരണമുണ്ട്. മരണം നടക്കാത്ത വീടുകളില്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് ജനിച്ചാൽ മരിക്കുമെന്ന് ഓർക്കുക. നിന്റെ കുട്ടി മരിച്ചിരിക്കും. ദൈവം നിശ്ചയിച്ച വിധിയാണ്. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ദൈവഭക്തിയിൽ ജീവിക്കാൻ ശ്രമിക്കണം. അവിടെയാണ് നമ്മുടെ ജീവിത വിജയം. അവിടെയാണ് നമ്മുടെ ജീവിതം സഫലമാകുന്നത്.